റിലയൻസ് ഇൻഡസ്ട്രീസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും സെക്കൻഡ് ഹാഫോടുകൂടി മാർക്കറ്റ് ലോവർ ലെവലിൽ നിന്നും ശക്തമായ റിക്കവറി കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.08% ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ 24,500 മുകളിൽ 24,550 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് HDFC ബാങ്കിൻ്റെ ഡീസൻറ്റ് പെർഫോമൻസാണ് ഇൻഡെക്സിൽ വന്ന റിക്കവറിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത്. അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം, NTPC, HDFC ബാങ്ക്, M&M തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ടോപ്പ് ഗെയിനർ. അതേസമയം വിപ്രോ, റിലയൻസ് ഇൻഡസ്ട്രീസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ലൈഫ്, ITC തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ മിഡ് ക്യാപ് ഇൻഡെക്സ് 1.28%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.90% ഉയർന്നു. സെക്ടോറിയൽ ഇൻഡെക്സിൽ നിഫ്റ്റി ഓട്ടോ 1.15%, നിഫ്റ്റി ഹെൽത്ത് കെയർ 1.10%, നിഫ്റ്റി ഫാർമ 1.06% ഉയർന്നപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് 0.6%, റിയാലിറ്റി 0.48%, മീഡിയ 0.47% ഇടിഞ്ഞു. ഇന്ന് മാർക്കറ്റിൽ തുടക്കത്തിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും പിന്നീട് ബോട്ടം ലെവലിൽ നിന്നും ശക്തമായ റിക്കവറി വന്നു. അതേസമയം ബാങ്കിങ്, IT, റിയാലിറ്റി തുടങ്ങിയ സെക്ടർ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാൻ സാധിച്ചു. വരും സമയങ്ങളിൽ 24,500 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,850 ആയിരിക്കും ക്രൂഷ്യൽ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 24,500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ഇൻഡെക്സ് 24,180, 24,000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. നാളെ ബഡ്ജറ്റ് സെഷൻ വരുന്നതുകൊണ്ട് നാളെ മാർക്കറ്റിൽ ചില പ്രത്യേക സെക്ടറുകളിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കാവുന്ന ഒരു സെക്ടറാണ് റെയിൽവേ സെക്ടർ. RVNL, IRFC, ഇർക്കോൺ, IRCTC, ജൂപ്പിറ്റർ വാഗൺ, റൈറ്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇൻഗ്രെഡ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻഗ്രെഡിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രീം ബഡ്ജറ്റിൽ നൽകിയതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അലോക്കേഷൻ, അതായത് റെയിൽവേ ക്യാപെക്സ് ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ റെയിൽവേ സെക്ടറിന് നൽകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കവച് സേഫ്റ്റി പോലുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഉയർന്ന ക്യാപെക്സ് റിക്വയർമെൻറ്റ് വേണം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ റെയിൽ സെക്ടറിന് അനുകൂലമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും റെയിൽവേ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നും ഇൻഗ്രെഡ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കെയർ എന്ന റേറ്റിംഗ് ഏജൻസിയുടെ കണക്ക് പ്രകാരം റെയിൽ ബഡ്ജറ്റ് 2.75 ലക്ഷം കോടിയായി ഉയർന്നേക്കും. കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 12 മുതൽ 15% ഉയർന്ന ബഡ്ജറ്റ് അലോക്കേഷൻ കെയർ എന്ന റേറ്റിംഗ് ഏജൻസി പ്രതീക്ഷിക്കുന്നുണ്ട്. മേത്ത സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഇവിടെയും 2.55 ലക്ഷം കോടി രൂപയുടെ റെയിൽവേ ബഡ്ജറ്റ് അല്ലെങ്കിൽ റെയിൽ സെക്ടറിന് വേണ്ടി ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മേത്ത സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റിലയൻസ് സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതും റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഗവൺമെൻറ് ഉയർന്ന രീതിയിലുള്ള അലോക്കേഷൻ നീക്കിവെക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ PM ഗതിശക്തി യോജന, മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നിവയെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഉയർന്ന രീതിയിലുള്ള റോഡ് റെയിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉയർന്ന ബഡ്ജറ്റ് അലോക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നാളെ ഫോക്കസ് ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. റെയിൽ സെക്ടറിൽ നിന്നും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് റെയിൽടെൽ എന്ന സ്റ്റോക്ക് 527 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 500 രൂപയ്ക്ക് അടുത്ത് റെയിൽടെൽ എന്ന സ്റ്റോക്കിൽ വന്ന ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ 600 രൂപയ്ക്ക് മുകളിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് സ്റ്റോക്ക് 500 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ 527 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. റെയിൽടെൽ എന്ന സ്റ്റോക്കിൽ ഹയർ ടാർഗറ്റ് ചേസ് ചെയ്യുന്നവർ 500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. റെയിൽടെല്ലുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റ് റെയിൽ ബോർഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേഷൻ, മെയിൻ്റനൻസ് എന്നിവയ്ക്ക് വേണ്ടി HMIS ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എംപാനൽഡ് ഹോസ്പിറ്റൽ റെഫറൽ പോർട്ടൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി റെയിൽടെൽ എന്ന കമ്പനിക്ക് 186 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് റെയിൽവേയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ പശ്ചാത്തലത്തിലും റെയിൽടെൽ എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ റെയിൽടെൽ എന്ന സ്റ്റോക്ക് 5-day, 10-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയും 20-day, 30-day, 100-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.